Hi friends, so previous video we different types of HTML tags പഠിച്ചിരുന്നു. ഇപ്പോൾ H tag, P tag, image tag, അങ്ങനെ പലതരം ടാഗ് പഠിച്ചു. അടുത്തതായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാഗ് ആണ് ഫോം ടാഗ്. സോ ഫോം ടാഗ് എന്തിനാ യൂസ് ചെയ്യാം? ബേസിക്കലി നമുക്ക് ഫോം ടാഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇതിപ്പോൾ ഈ ഗൂഗിൾ കണ്ടില്ലേ, ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞൊരു ഫോം ടാഗ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അടിച്ചു കൊടുക്കുന്നു, ബേസ്ഡ് ഓൺ ദാറ്റ് നമ്മൾ ഈ ഡാറ്റ പോയിട്ട് റിസൾട്ട് എടുത്തുകൊണ്ട് വരും. യൂസർ ടൈപ്പ് ചെയ്യേണ്ട ഒരു സ്ഥലമാണല്ലേ അത് ഇൻപുട്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഇൻപുട്ട് പോലുള്ള ടാഗുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ടാവും. അതിൻ്റെ ഏറ്റവും പുറമേയുള്ള സാധനമാണ് ഫോം ടാഗ്. ഓക്കെ, അപ്പോൾ സെർച്ചിങ്ങിന് മാത്രമാണോ യൂസ് ചെയ്യുക? സെർച്ചിങ് മാത്രമല്ല, ഇതിപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ ലോഗിൻ സൈനപ്പ് ചെയ്യുക, കോണ്ടാക്ട് ഫോം, ലോഗിൻ ഫോം, സൈനപ്പ് ഫോം ഒക്കെ അല്ലേ. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ന്യൂസ് ലെറ്റേഴ്സ് കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മെയിൻലി എന്തുണ്ടാവും, ഇപ്പം ഇതേപോലെ സൈനപ്പ് പേജ് ഒക്കെ കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ മെയിൻലി എന്താണ്, നമ്മൾ ഫോംസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ HTML മാത്രം വെച്ച് നമുക്ക് ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം അതിന് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബേസിക്കലി ഒരു HTML ഫയൽ ഉണ്ടാക്കും, എക്സ്ക്ലമേഷൻ വെച്ചിട്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് ബോഡീൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ ഫോംസ് എല്ലാം പഠിപ്പിക്കും, ഫോംസ് നടത്തി. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് പറയാൻ പോകുന്ന ടാഗാണ് FORM. ഫോം എന്ന് പറഞ്ഞ ടാഗ് അടിക്കുന്നു, എൻ്റർ അടിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തുണ്ട്, ഫോം എന്ന് പറഞ്ഞ ടാഗിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. നമ്മളിപ്പോൾ അത് കളയുകയാണ്, നമുക്കിപ്പോൾ അത്യാവശ്യമില്ല. ഇപ്പോൾ ഫോം ടാഗ് എടുത്തു. അല്ല, അപ്പോൾ ആക്ഷൻ എന്നുള്ള ആട്രിബ്യൂട്ട് ബേസിക്കലി എന്തിനാ യൂസ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഫോം ഉണ്ടാക്കി, ഇപ്പോൾ ഒരു ലോഗിൻ പേജ് ഉണ്ടാക്കി. ഞാൻ ലോഗിൻ്റെ അത് സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ലോഗിൻ പേജൊക്കെ ലോഗിൻ ഉണ്ടാവില്ലേ, ലോഗിൻ എന്ന് പറഞ്ഞ ബട്ടൺ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഡാറ്റ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ, പണ്ട് PHPയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെത്തേഡായിരുന്നു അത്. നമ്മൾ PHPൻ്റെ ഒരു സെർവറിലെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ലിങ്കിലേക്ക് ഈ ഡാറ്റ മുഴുവൻ പോകും. ഓക്കെ, അപ്പോൾ അതിന് അങ്ങനെയുള്ള ഡാറ്റ സെൻഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. നമുക്ക് ഇപ്പോൾ ആക്ഷൻ ആട്രിബ്യൂട്ട് ആവശ്യമില്ല. നമ്മൾ നോർമൽ ഫോമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്ത് ആദ്യമായിട്ട് വരുന്ന ഒരു ടാഗാണ് ഇൻപുട്ട്. ഓക്കെ, ഇൻപുട്ട് എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻപുട്ട് ഞെക്കി ഇതാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കാണാം, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലോസിംഗ് ഇൻപുട്ട് ടാഗ് ഇല്ല. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള ടാഗിനെയാണ് നമ്മൾ എംപ്റ്റി ടാഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എംപ്റ്റി ടാഗുകൾക്ക് ക്ലോസിംഗ് ടാഗ് ഇല്ല, സിമ്പിൾ. അതിനകത്ത് കണ്ടൻസ് ഉണ്ടാവില്ല, അത് യൂസേജ് മാത്രം. അതെ, അപ്പോൾ നമ്മൾ ഈ ബോഡി ടാഗ്, HTML ടാഗ് പോലുള്ള സാധനങ്ങളെ എന്ത് വിളിക്കും, കണ്ടെയ്നർ ടാഗ് എന്ന് വിളിക്കും. കാരണം അതിനൊരു ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്ത്, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്. അപ്പോൾ നമുക്കിവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. ഓക്കെ, ഇത് കണ്ടില്ലേ, ഒരു ബോക്സ് ഉള്ളൊരു സാധനം വന്നേക്കുന്നു, നമുക്ക് എന്ത് ടെക്സ്റ്റ് വേണമെങ്കിലും അടിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി എന്തെന്ന്, ഒരു ഇൻപുട്ട് ടാഗ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അകത്ത് എന്തുകൊണ്ട്, ഒരു സ്ഥലമുണ്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇത് എന്ത് ഇൻപുട്ട് ടാഗാണ്. ഇപ്പോൾ നമ്മളൊരു ലോഗിൻ പേജ് ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഒരു ഹെഡിങ് കൊടുക്കാം. ഓക്കെ, H1 ടാഗിൽ നമ്മൾ ഹെഡിങ് കൊടുക്കും, എന്തെന്ന്, ഫോംസ് എന്ന് കൊടുത്ത്. അല്ലെങ്കിൽ ഇപ്പോൾ ലോഗിൻ ആണെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ലോഗിൻ എന്ന് കൊടുത്ത്. ഓക്കെ, നമ്മൾ ലോഗിൻ എന്ന് കാണാം. ഇനി ഈ ബോക്സ് എന്തിനുള്ള ബോക്സാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ലോഗിൻ്റെ അകത്താണ് യൂസർ നെയിം, പാസ്വേഡ്, ഇമെയിലൊക്കെ നമുക്ക് മേടിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫോമിൻ്റെ അകത്ത് നമ്മൾ പറയാൻ പോവാണ്, നമ്മൾ ഇനി മേടിക്കാൻ പോകണം. ഇപ്പോൾ ഈ ആദ്യത്തെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് യൂസർ നെയിം ആണ് മേടിക്കുന്നത്. അപ്പോൾ യൂസർക്ക് അറിയണം എന്തിനാണ് നമ്മൾ ടെക്സ്റ്റ്, എന്തിനു വേണ്ടിയുള്ളതാണ് ടെക്സ്റ്റ് ആണ് ആ ഇൻപുട്ട് ബോക്സിൽ അടിക്കണമെന്ന്. അപ്പം നമുക്കത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ഏത്, ലേബൽ എന്ന് പറയും. എക്സാമ്പിൾ ആണ് നമുക്ക് ഇവിടെ പറയാൻ ഇത് കണ്ട, യുവർ നെയിം, യുവർ ഇമെയിൽ, ഇങ്ങനെ മേടിക്കാനായിട്ട്. ഓക്കെ, ഇങ്ങനെ മേടിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെ അടിക്കുമെന്ന് ചോദിച്ചാൽ, ഇൻപുട്ട് എന്തിനു വേണ്ടി എന്നുള്ളൊരു നെയിം. അപ്പോൾ നമ്മൾ ലേബൽ എന്നടിച്ച് കഴിഞ്ഞാൽ ലേബൽ ടാഗ് വരും. അപ്പോൾ ഈ ലേബൽ ടാഗിൻ്റെ 4 എന്നൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. അതിപ്പോൾ അത്യാവശ്യമായിട്ടുള്ള അല്ല, നമ്മളിവിടെ എന്ത് ചെയ്യും, യൂസർ നെയിം എന്നടിക്കും. ഓക്കെ, ലേബൽ ടാഗ് ആണ് എന്തിനാ വേണ്ടിയുള്ള ഇൻപുട്ട് ആണെന്ന് മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ ആ 4 ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ ഏത് ഇൻപുട്ടിന് വേണ്ടി. അതെ തന്നെ, നെസസറി അല്ല, ഈ പറഞ്ഞ ഇൻപുട്ടിനെ നെസസറി മെൻഷൻ ചെയ്യാനായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലേബലിൽ കൊടുത്ത് യൂസർ നെയിം കൊടുത്തു. കണ്ടോ, യൂസർ നെയിം ഇവിടെ വന്നു, നമുക്കിവിടെ എന്ത് ചെയ്യാം, യൂസർ നെയിം അടിക്കാം. ഇനി അടുത്തതായിട്ടുള്ള, അപ്പോൾ നമ്മൾ ശരിക്കും യൂസർ നെയിം ഇങ്ങനെ, ഇപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഇമെയിൽ മേടിച്ചിട്ടുണ്ട്, ഇമെയിൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്, പാസ്വേഡ് എന്ന സാധനം. പാസ്വേഡ് അടിച്ച ഒരു ഡോട്ട് ആയിട്ടാണ് തന്നെ. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻപുട്സ് നമുക്ക് അടിക്കാൻ പറ്റും. അതെ, അപ്പോൾ ഇവിടെ നമ്മൾ പലതരം ഇൻപുട്സുകളെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടത് ഒരു പാസ്വേഡാണെന്ന് വിചാരിച്ചോ. ഇതിപ്പോൾ വെറും പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. ഓക്കെ, പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്ത് വേണം, പാസ്വേഡ്സ് വേണമെന്ന് വിചാരിച്ചോ. പാസ്വേഡ്സ് വേണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻപുട്ട് നമുക്കിവിടെ കോളൻ കൊടുത്തു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് പറയേതാണെന്ന്.
ഞാൻ പാസ്വേഡ് ആണെങ്കിൽ പാസ്വേഡ് കൊടുക്കും. ഇൻപുട്ട് കോളം പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡ് എന്നാവും അത്. ഓക്കെ, ടൈപ്പ് ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് അടിക്കാൻ പറ്റും, അതേപോലെ ടൈപ്പ് പാസ്വേഡ് ആണെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള പാസ്വേഡ്സ് അടിക്കാൻ പറ്റും. അത് തന്നെ, ട്രൈ ചെയ്ത് നോക്കിയാലോ? തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ ഒരെണ്ണം വന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് സെക്കൻഡ് ഇൻപുട്ട് ആകല്ലേ, അതിൻ്റെ അകത്ത് എന്തടിച്ചാലും അത് ഡോട്ട് ആയി വരുള്ളൂ, സെക്യൂർ ആയിട്ട് വരും. പാസ്വേഡ് അല്ലാണ്ട് വേറെ എന്ത് ടൈപ്പ് ഉള്ളത്? ഇനി നമുക്ക് എന്തുണ്ട്, പലതരത്തിലുള്ളതുണ്ട്. ഇപ്പം നമുക്ക് ഇതിന് പാസ്വേഡ് എന്ന് കൊടുത്താൽ ഒരു BR ടാഗ് വെച്ച് നമുക്കത് ബ്രേക്ക് ചെയ്യാം. അപ്പം ഓക്കെ, ബിക്കോസ് ഇവിടെ ഇപ്പോൾ യൂസർ നെയിം ഉണ്ട്, ഒരു ലേബൽ ഉണ്ട്. പാസ്വേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് താഴെ വരണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനാണ് ഇപ്പോൾ തൃശ്ശ എന്ത് ചെയ്തത്, BR ടാഗ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ യൂസർ നെയിം ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബ്രേക്ക് ആണെങ്കിൽ BR എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിക്കും. ഇൻപുട്ട് പോലെ തന്നെ ഇതൊരു empty ടാഗാണ്. ഓക്കെ, ഇപ്പോൾ ഒരു BR അടിച്ചപ്പോൾ താഴെ വന്ന്, ഇനി എനിക്ക് ഒരു ലൈനും കൂടെ താഴെ വീണമെന്നുണ്ടെങ്കിൽ ഒരു BR ടാഗും കൂടെ കൊടുത്താൽ മതി. നമ്മൾ നോർമലി വേർഡിലൊക്കെ അടിച്ചിട്ട് എൻ്റർ അടിക്കൂലേ, സെയിം ആക്ഷൻ ഇവിടെ നടത്താം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, പാസ്വേഡ് ഇങ്ങനെ വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ 2 BR ഇവിടെ ഇടുക. ഇനി നമുക്ക് പലതരത്തിലുള്ളതാണ്, അത് നമുക്ക് എക്സാമ്പിൾസ് കാണിക്കാം. ഓക്കെ, അതിൻ്റെ അകത്താണ് നമുക്ക് ഇൻപുട്ട്, അടുത്ത സാധനമാണ് ഇമെയിൽ. ഓക്കെ, അപ്പോൾ ഇമെയിൽസ് അക്സെപ്റ്റ് ചെയ്യാനായിരിക്കും ഇമെയിൽ വായിക്കുന്നത്. അതെ തന്നെ. ഞാനപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു വാക്കടിച്ച് ഇപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ടൈപ്പ് ഇമെയിൽ ആണെങ്കിൽ അത് ഇമെയിൽ മാത്രമേ അക്സെപ്റ്റ് ആവുള്ളൂ. ഓക്കെ, ഇമെയിലുകൾ മാത്രമേ എന്താവുള്ളൂ, അത് അക്സെപ്റ്റ് ആക്കുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ അതെ ബാക്കിയുള്ള സംഭവങ്ങൾ ജസ്റ്റ് ഒന്ന് മാറ്റി ഇൻപുട്ട് എടുത്തെന്ന് വിചാരിച്ചോ. ഇപ്പം ഞാൻ വെറുതെ ഒരു സംഭവം എടുത്തു, ഇത് കണ്ട, ഞാനിപ്പോൾ പ്ലീസ് ഇൻക്ലൂഡ് ആൻ അറ്റ് എന്ന് കൊടുത്താണ് കണ്ടതേ. പ്ലീസ് ഇൻക്ലൂഡ് ആൻ അറ്റ് ഇൻ ദി ജിമെയിൽ അഡ്രസ്. ഇമെയിൽ അഡ്രസ് എന്ന് പറയുമ്പോൾ gmail.com ഉണ്ടാവുമല്ലോ, അപ്പോൾ അറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയൂലേ, അത് ഇല്ലാണ്ട് ഫോം സബ്മിറ്റ് ആവൂല. ഓക്കെ, അപ്പോൾ അതെ ഇപ്പം എല്ലാം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുമ്പിൽ ഒരു ലേബൽ കൊടുക്കാം. അപ്പോൾ ലേബൽ എന്തിനാന്ന് മനസ്സിലായാലോ, നമുക്ക് ഓരോന്ന് ഇതിനൊക്കെ ഇൻപുട്ട് നെയിമിംഗ് ചെയ്യാൻ വേണ്ടി അതെ തന്നെ ഇമെയിൽ എന്ന് കൊടുത്തു. ഓക്കെ, സോ ഇനി നമ്മൾ ബാക്കിയുള്ള ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. ബാക്കി അതർ ഇൻപുട്സ് നോക്കാം. വേറെയുള്ള ഇൻപുട്സ് ആണ്. ഒന്ന് ഇൻപുട്ട്, നമ്മൾ ഇൻപുട്ട് കോൾ എന്ന് കൊടുത്ത് ഇവിടെ പലതരത്തിലുണ്ടാവും. ബട്ടൺ ഉണ്ടാവും, ചെക്ക് ബോക്സ് ഉണ്ടാവും, ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഡേറ്റ് വരും, കലണ്ടർ വരും. ഇപ്പം നമ്മൾ കൊടുക്കണത് ഇമേജ്, ഫയൽ, ഇതൊക്കെ നമുക്ക് മേടിക്കാം. ഇപ്പോൾ ഫയലാണെങ്കിൽ നമുക്ക് ഫയൽ, ചൂസ് ആൻഡ് ഫയൽ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പം ഇങ്ങനെ ചൂസ് ആൻഡ് ഫയൽ മേടിക്കാം. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ് ഇതൊക്കെ, ടെക്സ്റ്റ്, പാസ്വേഡ്, ഇമെയിൽ, ഇതേപോലെ ഫയൽ. ചില സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ബോക്സ് മേടിക്കാം. റിമെമ്പർ മീ എന്നൊക്കെ പറഞ്ഞിട്ട് ചില വെബ്സൈറ്റ് ലോഗിൻ കണ്ടല്ലേ, അതിൽ ഈ ചെക്ക് ബോക്സ് ഉപയോഗിക്കണം, ടിക്ക് ഇടാം നമുക്ക്. ശരി, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട്. ഞാൻ ഫോമിന്റെ ഇൻപുട്സ് എല്ലാം ഉണ്ടാക്കി, ഇത് സബ്മിറ്റ് ചെയ്യണ്ടേ, അതിനുവേണ്ടി ബട്ടൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഇതിന് സബ്മിറ്റ് ബട്ടൺ, നോർമൽ ബട്ടൺ ടാഗ് യൂസ് ചെയ്താൽ മതി. നോർമലി ഒരു ബട്ടൺ ടാഗ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് ടൈപ്പ് ബട്ടൺ എന്ന് പറഞ്ഞൊരു സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യണം, സബ്മിറ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഇൻപുട്ടിൽ തന്നെ ഒരു സബ്മിറ്റ് ടൈപ്പും കൂടി ഉണ്ട്. അതന്നെ, അതിൻ്റെ അകത്ത് ഒന്നാമത്തെ സാധനമാണ് നമ്മളിപ്പോൾ ഇൻപുട്ട് കോളൻ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സബ്മിറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് കണ്ട, ഇപ്പോൾ ഇൻപുട്ട് ടൈം വാല്യൂ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, സബ്മിറ്റ് എന്ന് പറഞ്ഞത് കൊടുത്താൽ ഇവിടെ എന്ത് സബ്മിറ്റ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇൻപുട്ടിന്റെ വാല്യൂ ആട്രിബ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആ ബോക്സിൽ എന്തെങ്കിലും വാല്യൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാല്യൂ എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. അതെ തന്നെ. ഇപ്പോൾ ഇവിടെ ഞാൻ ലോഗിൻ എന്നാണ് വാല്യൂ കൊടുക്കുന്നത്, ലോഗിൻ വരും. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യും, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോം സബ്മിറ്റ് ആവും. ഓക്കെ, ഇറ്റ്സ് സബ്മിറ്റ് ആക്ഷൻ ആണല്ലേ അത്? അതെ, സബ്മിറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻലി എന്നുള്ള ഫോം ടാഗിൽ നമുക്ക് പഠിക്കാനുള്ള. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റൈലിംഗ് പോലുള്ള കാര്യങ്ങൾ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, ബൈ.